السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യാന്വേഷികളായ സഹോദരങ്ങളെ, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് മനുഷ്യന്റെ ഖരീൻ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ആരാണത്? അത് ജിന്നാണോ? അല്ലെങ്കിൽ മനുഷ്യന്റെ ആത്മാവ് മറ്റൊരു രൂപമെടുത്തുകൊണ്ട് അവന്റെ കൂടെ ഉണ്ടാകും, മരണശേഷം ഈ ആത്മാവ് ഇവിടെ തന്നെ ഉണ്ടാകും, അതാണോ ഖരീൻ? ഈ നിലക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് തന്നെ എന്താണ് ഖരീൻ എന്നതിനെ സംബന്ധിച്ച് പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്ന് മനസ്സിലാക്കുവാനാണ് നാം ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഖരീൻ എന്ന വാക്ക് ഖറന എന്ന വേർഡിൽ നിന്ന് വന്നതാണ്. കൂട്ടിച്ചേർക്കുക, കൂടെയുണ്ടാവുക എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഖരീൻ എന്ന് പറഞ്ഞാൽ കൂടെ ഉണ്ടാകുന്ന ആൾ അല്ലെങ്കിൽ കൂട്ടുകാരൻ എന്ന അർത്ഥമാണ് യഥാർത്ഥത്തിൽ ഖരീനിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഖരീൻ എന്ന അറബി വാക്കിന്റെ അർത്ഥം ഖുർആനിലും ഹദീസിലും ഉപയോഗിച്ചിട്ടുള്ളത് കൂട്ടുകാരൻ എന്നുള്ള അർത്ഥത്തിലാണ്. അതേ സന്ദർഭത്തിൽ കേവലം നമ്മളൊരു സുഹൃത്തിനെ സ്വീകരിക്കുന്നത് പോലെയുള്ള ഒരു കൂട്ടുകാരൻ എന്നുള്ള നിലക്കല്ല, മറിച്ച് അതിന് വളരെ കൃത്യമായ സാങ്കേതികമായ ഒരു വിവക്ഷയുണ്ട്. എന്താണ് അതെന്ന് പരിശോധിക്കാം. സഹോദരങ്ങളെ, പ്രമാണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് നിലക്കാണ് ഖരീനുകൾ പറയപ്പെട്ടിട്ടുള്ളത്. അതിൽ ഒന്ന്, മനുഷ്യനെ നന്മയിൽ നിന്നും മതത്തിന്റെ ആശയങ്ങളിൽ നിന്നും തൗഹീദിൽ നിന്നും സുന്നത്തിൽ നിന്നുമൊക്കെ വ്യതിചലിപ്പിക്കുവാൻ വേണ്ടി, വഴിതെറ്റിക്കുവാൻ വേണ്ടിയുള്ള അവന്റെ കൂടെ കൂടുന്ന മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കൾ. ഇപ്രകാരം മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കളെ ഉദ്ദേശിച്ചുകൊണ്ട് ഖരീൻ അല്ലെങ്കിൽ ഖുറന എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന ആളുകളുടെ കൂടെ ഇവർ ഉണ്ടാകും. ഉദാഹരണത്തിന് സൂറത്തു അസ്-സുഖ്റുഫിലെ 36, 37, 38 വചനങ്ങളിൽ കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമൻ യഅ്ശു അൻ ദിക്രി റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ. പരമകാരുണ്യകനായ അള്ളാഹുവിന്റെ ഉത്ബോധനത്തെ, ദിക്റിനെ അവഗണിക്കുന്നവർ, അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും അവഗണന കാണിക്കുന്ന ആളുകൾ, നുഖയ്യിദ് ലഹു ശൈത്താനൻ, അവർക്കൊരു പിശാചിനെ നാം ഏർപ്പാടാക്കി കൊടുക്കും, ഫഹുവ ലഹു ഖരീൻ, ആ പിശാചി ഇവന് കൂട്ടുകാരനായിരിക്കും. നോക്കൂ, അവിടെ ഖരീൻ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്താണ് ഈ ഖരീൻ ചെയ്യുന്നത്? വഇന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീലി, നിശ്ചയമായും അവർ ആ വ്യക്തിയെ ശരിയായ വഴിയിൽ നിന്ന് തടയുന്നു. വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, ആ വ്യക്തി വിചാരിക്കുന്നത് ഞങ്ങൾ സന്മാർഗത്തിലാണ് എന്നാണ്. ഹത്താ ഇദാ ജാഅന ഖാല യാ ലൈത ബൈനി വബൈനക ബുഅദൽ മശ്രിഖൈനി ഫബിഅസൽ ഖരീൻ. അങ്ങനെ അല്ലാഹുവിന്റെ അടുക്കൽ എത്തിയാൽ ആ മനുഷ്യൻ പറയും, എനിക്കും നിനക്കുമിടയിൽ മശ്രിഖിന്റെയും മഗ്രിബിന്റെയും ഇടക്കുള്ള അകലമുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എത്ര മോശം കൂട്ടുകാരനാണ് നീ എന്ന് ഖിയാമത്ത് നാളിൽ വെച്ച് ഈ പിശാചിനെ സംബന്ധിച്ച് പറയും. അപ്പോൾ ഇവിടെ മനുഷ്യനെ ശരിയായ വഴിയിൽ നിന്ന് തെറ്റിക്കുന്ന, വഇന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീലി, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ ഇവരെ തടയുന്നു എന്നാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് മനുഷ്യനെ തടയുന്ന പിശാച്, കൂട്ടുകാരൻ, ആ കൂട്ടുകാരനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ജിന്നുകളിൽപ്പെട്ട പിശാചുമുണ്ട്, അതേപോലെ തന്നെ മനുഷ്യരിൽപ്പെട്ട പിശാചുക്കളുമുണ്ട്. സൂറത്തു ഫുസ്സിലത്തിലെ 25-ാമത്തെ ആയത്തിൽ കാണാം, വഖയ്യദ്നാ ലഹും ഖുറനാഅ ഫസയ്യനൂ ലഹും മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവർക്ക് നാം ചില കൂട്ടുകാരെ ഏർപ്പാടാക്കി കൊടുക്കും. അങ്ങനെ ആ കൂട്ടുകാർ ഇവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അവർക്ക് ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുക്കും. അഥവാ ഹറാമുകളെ, തിന്മകളെ, ബഹുദൈവാരാധനയെ, അതേപോലെയുള്ള കാര്യങ്ങളെ ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുക്കുകയും ശരിയായ വഴിയിൽ നിന്ന് തെറ്റിക്കുകയും ചെയ്യും. അവിടെ ഖരീനിന്റെ ജംആയ ഖുറന, കൂട്ടുകാർ എന്നുള്ള നിലക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവർ മനുഷ്യരിലുമുണ്ട്, ജിന്നുകളിലുമുണ്ട്. അതാണ് സൂറത്തുൻ നാസിൽ നമുക്ക് കാണാം, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്.
എല്ലാവർക്കും സുപരിചിതമായ ആയത്തുകളാണ്. മനുഷ്യന്റെ ഹൃദയത്തിൽ വസ്വാസുണ്ടാക്കി കടന്നു കളയുന്ന പിശാചുക്കളുടെ ഷർറിൽ നിന്ന്. അവർ ആരിലൊക്കെയുണ്ട്? മിനൽ ജിന്ന, ജിന്നുകളിൽപ്പെട്ടവരുണ്ട്, വന്നാസ്, മനുഷ്യരിലുമുണ്ട്. ഇതേ കാര്യം സൂറത്തു അൽ അൻആമിലെ 112 ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ, അപ്രകാരം എല്ലാ നബിമാർക്കും നാം ശത്രുക്കളെ ഉണ്ടാക്കിയിരിക്കുന്നു. ഷയാത്തീനൽ ഇൻസി വൽ ജിന്നി, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കൾ. അപ്പോൾ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന, നന്മയിൽ നിന്ന് അവരെ തടയാൻ വേണ്ടി ശ്രമിക്കുന്ന, അവരുടെ ഹൃദയങ്ങളിൽ വസ്വാസുണ്ടാക്കുന്ന പിശാചുക്കൾ, ആ പിശാചുക്കൾ മനുഷ്യരിലുമുണ്ട്, ജിന്നുകളിലുമുണ്ട്. അപ്രകാരം മനുഷ്യന്റെ കൂടെ കൂടി അവനെ വഴിതെറ്റിക്കുന്നവർക്കാണ് ഖരീൻ എന്ന് പറയുന്നത്. ഖുറന എന്ന് ബഹുവചന രൂപത്തിലും പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ഇത് ധാരാളം പിശാചുക്കളുണ്ട് മനുഷ്യരിലും ജിന്നുകളിലും. അവരെല്ലാവരും മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതാണ് പ്രമാണത്തിൽ കാണുന്ന ഒരു നിലക്കുള്ള ഖരീൻ. രണ്ടാമതൊരു ഖരീനുണ്ട്. അത് ഏതൊരു മനുഷ്യനും അള്ളാഹു പ്രത്യേകമായി ജിന്നുകളിൽ നിന്നുള്ള ഒരു ഖരീനിനെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഓരോ വ്യക്തിക്കും ഓരോ ഖരീനാണ്. എന്താണ് അതിന് തെളിവ്? ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൻ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് വുക്കില ബിഹി ഖരീനുഹു മിനൽ ജിൻ, നിങ്ങളിൽ നിന്ന് ഒരാളും തന്നെ ഇല്ല, എങ്ങനെ ആയിക്കൊണ്ടല്ലാതെ ജിന്നുകളിൽ നിന്നുള്ള ഒരു ഖരീനിനെ അവന്റെ കാര്യത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്വഹാബത്ത് പ്രത്യേകം ചോദിക്കുന്നുണ്ട്. കാരണം ഇത് സാധാരണ നിലക്കുള്ള മറ്റു പിശാചുക്കളാകുന്ന ഖരീനിനെ കുറിച്ചല്ല. അതുകൊണ്ട് അവർ ചോദിച്ചു, വ ഇയ്യാക യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, എല്ലാവർക്കും ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാര്യത്തിലും അങ്ങനെ ഒരു ജിന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇയ്യായ, എന്റെ കാര്യത്തിലും അങ്ങനെ ഒരു ജിന്നിനെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഇല്ല അന്നല്ലാഹ അആനനി അലൈഹി, പക്ഷേ എന്റെ കാര്യത്തിൽ മാത്രം ഒരു വിഷയമുണ്ട്. ഇത് വേറെ ആർക്കുമില്ല. ശ്രദ്ധിക്കുക, ഇത് വേറെ ആർക്കുമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായി. എന്താണത്? ഇന്നല്ലാഹ അആനനി അലൈ, അല്ലാഹു അവന്റെ മേൽ എന്നെ സഹായിച്ചിരിക്കുന്നു. ഫഅസ്ലമ, അങ്ങനെ അവൻ മുസ്ലിമായിരിക്കുന്നു. ഫലാ യഉമുറുനി ഇല്ലാ ബിഖൈരിൻ, എന്റെ കാര്യത്തിൽ എന്നോട് ഖൈറല്ലാതെ പറയുകയില്ല. ഇവിടെ ഫഅസ്ലമ എന്നുള്ളതിന് യഥാർത്ഥത്തിൽ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന അർത്ഥത്തിലും, അല്ലെങ്കിൽ അല്ലാഹു പ്രവാചകന്റെ കാര്യത്തിൽ ആ പിശാചിനെ കീഴ്പ്പെടുത്തുകയും നല്ലതല്ലാത്തതൊന്നും പറയാൻ ആ പിശാചിന് സാധിക്കാത്ത വിധം അള്ളാഹു പിശാചിനെ കീഴ്പ്പെടുത്തി എന്ന അർത്ഥവും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. രണ്ടാണെങ്കിലും ശരി, പ്രവാചകന്റെ കൂടെയും ആ ഒരു ഖരീനായ ജിന്നുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ ജിന്ന് ഖൈറ് മാത്രമേ പറയുകയുള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്? ഷർറിലേക്ക് മനുഷ്യനെ വഴി നടത്തുന്ന, ഷർറുകൾ മാത്രം പറഞ്ഞു കൊടുക്കുന്ന ഒരു ജിന്ന് എല്ലാ മനുഷ്യന്റെ കൂടെയും ഉണ്ടാകും. അത് അവന്റെ ഖരീനാണ്. മറ്റൊരു റിവായത്തിൽ, ഇമാം മുസ്ലിമിന്റെ തന്നെ മറ്റൊരു റിവായത്തിലുള്ളത്, വഖദ് വുക്കില ബിഹി ഖരീനുഹു മിനൽ ജിന്നി വ ഖരീനുഹു മിനൽ മലായിക, മലക്കുകളിൽ നിന്നും ഒരു ഖരീനുണ്ട്, ജിന്നുകളിൽ നിന്നും ഒരു ഖരീനുണ്ട്. അപ്പോൾ ഖരീൻ എന്ന് പറഞ്ഞാൽ കൂടെയുള്ള ആൾ എന്നാണ് അർത്ഥം. അപ്പോൾ മലക്കുകളിൽ നിന്നും ഒരു ഖരീനുണ്ട്, അതേപോലെ തന്നെ ജിന്നുകളിൽ നിന്നും ഒരു ഖരീനുണ്ട്. ഈ പ്രത്യേകമായ ജിന്നുകളിൽപ്പെട്ട ഖരീനിനെയാണ് നാം സാധാരണ നിലക്ക് ഖരീൻ എന്ന് പറയാറുള്ളത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, ഇദാ കാന അഹദുക്കും യുസല്ലി, നിങ്ങളിൽ ഒരാൾ നമസ്കരിക്കുമ്പോൾ, ഫലാ യദ അഹദൻ യമുറു ബൈന യദൈഹി, നിങ്ങളുടെ മുന്നിലൂടെ നടക്കാൻ ഒരാളെയും സമ്മതിക്കരുത്. ഫഇൻ അബ, നിങ്ങൾ സമ്മതിക്കാതിരുന്നിട്ടും അവർ വിസമ്മതിച്ച് മുന്നിലൂടെ കടക്കാൻ ശ്രമിച്ചാൽ ഫൽ യുഖാതിൽഹു, നിങ്ങൾ അവരോട് ശണ്ട കൂടണം. കാരണം ഫഇന്ന മഅഹു അൽ ഖരീൻ, കാരണം അവന്റെ കൂടെ അവന്റെ ഖരീനുണ്ട്. അവിടെ ഫൽ യുഖാതിൽഹു, നിങ്ങൾ അവരോട് ശണ്ട കൂടണം എന്ന് പറഞ്ഞാൽ അത്രയും ശക്തമായി അവരെ ബ്ലോക്ക് ചെയ്യണം എന്ന അർത്ഥത്തിലാണ്, അടിപിടി കൂടണം എന്ന അർത്ഥത്തിലല്ല. എന്നിട്ട് പറയാണ്, നമസ്കരിക്കുന്ന ആളുടെ മുന്നിലൂടെ അയാൾ തടുത്തിട്ടും പോകാൻ ശ്രമിക്കുമ്പോൾ അതിന് പ്രേരിപ്പിക്കുന്നത് അവന്റെ കൂടെയുള്ള ആ ഖരീനാണ്. അപ്പോൾ ഈ ഹദീസിൽ നിന്നും ആ നിലക്കുള്ള ഒരു ഖരീനിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇത് തന്നെയാണ്
പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു ഖാഫിലെ 27-ാമത്തെ ആയത്തിൽ കാണാം, ഖാല ഖരീനുഹു റബ്ബനാ മാ അത്ഗൈതുഹു വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ്. അവന്റെ ഖരീൻ അല്ലാഹുവിനോട് ഖിയാമത്ത് നാളിൽ പറയും, അല്ലാഹുവേ, ഈ വ്യക്തിയെ ഞാൻ വഴിതെറ്റിച്ചിട്ടില്ല, അവൻ തന്നെ വഴികേടിലായിരുന്നു. ഏതാണ് ഈ ഖരീൻ? അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഖാല ഖരീനുഹു ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വമുജാഹിദുൻ വഖതാദ വഗൈറുഹും, ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഹുവ ശൈത്താനുല്ലദീ വുക്കില ബിഹി, അവന്റെ കാര്യത്തിൽ മാത്രം ഏർപ്പാടാക്കിയിട്ടുള്ള ആ പ്രത്യേക ശൈത്താനാകുന്ന ഖരീനാണ് ഇവിടെ ഉദ്ദേശം. അപ്പോൾ ഓരോ വ്യക്തികളുടെയും കൂടെ അള്ളാഹു നിശ്ചയിച്ച ഒരു ഖരീനുണ്ട്. ഈ ഖരീനാണ് സാധാരണ നിലക്ക് നാം ഖരീൻ എന്ന് പറയുന്നത്. എന്നാൽ മറ്റു ശൈത്താനുകൾ, ജിന്നുകളിൽപ്പെട്ടവരും മനുഷ്യരിൽപ്പെട്ടവരുമായ മറ്റു ശൈത്താനുകൾക്കും ഖരീൻ എന്ന് പറയും. അത് മൊത്തത്തിലുള്ള ഖരീനാണെങ്കിൽ ഇത് പ്രത്യേകമായ ഖരീനാണ്. എന്നാൽ ഈ ഖരീനാകുന്ന പിശാജ് അത് പ്രത്യേകമായ പിശാജാണെങ്കിലും ശരി, എല്ലാ പിശാചുക്കളുടെ കാര്യമാണെങ്കിലും ശരി, നാം അള്ളാഹുവിൽ അഭയം തേടുകയും രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറുകൾ, ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറങ്ങി എഴുന്നേറ്റാലുമുള്ള അദ്കാറുകൾ, പിശാചിന്റെ ദുർബോധനമുണ്ടാകുമ്പോൾ ഉള്ള പ്രത്യേകമായ അദ്കാറുകൾ, പരിശുദ്ധ ഖുർആനിലെ ചില സൂറത്തുകൾ, ചില പ്രത്യേക ആയത്തുകൾ, ഇങ്ങനെ ഈ ആയത്തുകളും സൂറത്തുകളും ദിക്റുകളും ദുആകളും നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ ഈ രണ്ട് തരം ഖരീനുകളിൽ നിന്നും അള്ളാഹു ആ വ്യക്തിക്ക് സംരക്ഷണം നൽകുന്നതാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മഹാനായ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയും അതേപോലെ തന്നെ അതിനു മുമ്പുള്ള ചില പ്രവാചകന്മാരും അവരുടെ സമൂഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണത്? വആമുറുകും ബിദിക്രില്ലാഹി അസ്സ വജല്ല കസീറ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം. വ ഇന്ന മസല ദാലിക കമസലി റജുലിൻ ത്വലബഹുൽ അദുവ്വു സിറാഅൻ ഫീ അസരിഹി, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ഒരാളുടെ ഉപമ ഒരു വ്യക്തിയെ പോലെയാണ്. ഒരു ശത്രു ആ വ്യക്തിയുടെ പിറകെ അയാളെ ആക്രമിക്കാൻ വേണ്ടി കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ശത്രു സൈന്യമാകാം. ഫഅതാ ഹസ്നൻ ഹസീന, അങ്ങനെ അയാൾ ഭദ്രമായ ഒരു കോട്ടയിൽ അഭയം പ്രാപിച്ചു. ഫതഹസ്സന ഫീ വഇന്നൽ അബ്ദ അഹ്സനു മാ യകൂനു മിനശ് ശൈത്വാനി ഇദാ കാന ഫീ ദിക്രില്ലാഹി അസ്സ വജൽ. അപ്പോൾ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശക്തമായ ഒരു കോട്ടയിൽ അഭയം പ്രാപിച്ച ഒരു വ്യക്തി സുരക്ഷിതനായി തീരുന്നത് പോലെ അള്ളാഹുവിന്റെ ദിക്റുകളും ദുആകളും ഉണ്ടെങ്കിൽ പിശാചിന്റെ ഷർറിൽ നിന്ന് അള്ളാഹു ആ വ്യക്തിയെ സംരക്ഷിക്കുന്നതാണ്. ഇത് ഇബ്ലീസ് തന്നെ പ്രഖ്യാപിച്ചൊരു കാര്യമാണ്. അള്ളാഹുവെ, ഞാൻ അവരെ മുഴുവൻ വഴിതെറ്റിക്കും, എന്നാൽ ഇഖ്ലാസുള്ള നല്ല അടിമകളെ വഴിതെറ്റിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന കാര്യം സാക്ഷാൽ പിശാച് തന്നെ സമ്മതിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദിക്റുകളും ദുആകളുമുള്ള ആളുകളെ ആ നിലക്ക് ഖരീനിന്റെ ഉപദ്രവം ബാധിക്കുകയില്ല. അള്ളാഹു അവർക്ക് സംരക്ഷണം നൽകുന്നതാണ്, അള്ളാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിക്കുന്ന സന്ദർഭങ്ങളിലൊഴികെ. ഇതല്ലാതെ ഒരു ഖരീൻ ഒരാളുടെ കൂടെ ഉണ്ടാകുമല്ലോ, അങ്ങനെ ആ വ്യക്തി മരണപ്പെട്ടാൽ ഈ ഖരീനാകുന്ന ജിന്ന് അത് ഭൂമിയിൽ അലഞ്ഞ് തിരിഞ്ഞു നടക്കും. എന്നിട്ട് മറ്റുള്ളവരെ എല്ലാം ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ആ വീട്ടുകാരെ ഉപദ്രവിക്കും, അവരുടെ കൂട്ടുകാരെ ഉപദ്രവിക്കും, നാട്ടിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഒരു പ്രേതമായി, ഒരു പ്രേതാത്മാവായി ഈ ഖരീന് ഭൂമിയിൽ ചുറ്റി നടക്കും എന്നുള്ള ഒരു ധാരണ, ഒരു വിശ്വാസം, അത് തെറ്റാണ്. കാരണം മനുഷ്യനെ പ്രത്യേകമായി തിന്മയിലേക്ക് നയിക്കുന്ന പിശാചുക്കൾ മനുഷ്യരിലും ജിന്നുകളിലുമുണ്ട്. ആ ജിന്നുകളിൽപ്പെട്ട പിശാചുക്കൾ തന്നെ ഒരാൾ മരണപ്പെട്ടാൽ അയാൾ മറ്റൊരാളുടെ കൂടെ പോകും. അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റൊരാളുടെ ഖരീനായി നിശ്ചയിക്കും. എന്നല്ലാതെ ആ വ്യക്തിയുടെ കാര്യത്തിൽ മാത്രം ഇടപെട്ട് ആ വ്യക്തി മരണപ്പെട്ടാൽ പിന്നെ അയാളുടെ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ആത്മാവ് പോലെ അത് പ്രവർത്തിക്കുകയും എല്ലാ ശരീരത്തിലും ബാധിക്കുകയും കയറിക്കൂടുകയും എല്ലാവരെയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു എന്ന ഒരു ചിന്താഗതി, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതേപോലെ തന്നെ സാഹിറുകളായ ആളുകൾക്ക്, മാരണം ചെയ്യുന്ന ആളുകൾക്ക് ഒരു വ്യക്തിയുടെ ഖരീനിനെ പ്രത്യേകം കീഴ്പ്പെടുത്താൻ സാധിക്കും. എന്നിട്ട് അയാളിലൂടെ ആ വ്യക്തികളുടെ രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പല നിലക്കും ആ വ്യക്തിയുടെ കുടുംബക്കാരെയും മറ്റും ഉപദ്രവിക്കാൻ സാധിക്കും എന്ന ധാരണക്കും യാതൊരു നിലക്കുമുള്ള അടിസ്ഥാനമില്ല. അതേപോലെ തന്നെ ഈ ഖരീൻ എന്ന് പറയുന്നത് മരിച്ച ആളുടെ ആത്മാവാണ്, ആ ആത്മാവിന്റെ മറ്റൊരു രൂപമാണ് എന്നതിനും യാതൊരു നിലക്കുമുള്ള പ്രമാണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രമാണങ്ങളിലില്ലാത്ത അത്തരം വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ പറയാനോ നമ്മൾ പാടില്ലാത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലെ 36-ാമത്തെ ആയത്തിൽ കാണാം, വലാ തഖുഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിങ്ങൾക്ക് ഇൽമില്ലാത്തതിന്റെ പിന്നാലെ നിങ്ങൾ പോകാൻ പാടില്ല. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ
കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കാരണം കേൾവിയും കാഴ്ചയും ഹൃദയവും എല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടും. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ അശ്ശൈഖ് മുഹമ്മദ് അൽ അമീൻ അശ്ശൻഖീത്തി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്, നഹാ ജല്ല വഅല ഫീ ഹാദിഹിൽ ആയത്തിൽ കരീമ അൻ ഇത്തിബാഇൽ ഇൻസാനി മാ ലൈസ ലഹു ബിഹി ഇൽമുൻ. അല്ലാഹു ഈ ആയത്തിലൂടെ വിലക്കുന്നത് മനുഷ്യന് അറിവില്ലാത്ത കാര്യങ്ങളെ അവൻ ഒരിക്കലും ഇത്തിബാഇ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ അതിൽ ഉൾപ്പെടുന്നതാണ് റഅയ്തു വലം യറ, കാണാത്തൊന്ന് കണ്ടു എന്ന് പറയുക, വസമിഅതു വലം യസ്മ, കേൾക്കാത്തത് കേട്ടു എന്ന് പറയുക, വഅലിംതു വലം യഅലം, അറിയാത്തൊരു കാര്യം അറിവുണ്ട് എന്നുള്ള നിലക്ക് സംസാരിക്കുക. ഇതൊന്നും പാടില്ലാത്തതാണ്. വയദ്ഖുലു ഫീഹി കുല്ലു ഖൗലിൻ ബിലാ ഇൽമിൻ, ഇൽമില്ലാതെ ഒരു കാര്യം പറയുക എന്നുള്ളതും ഈ ആയത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് നമുക്കറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുവാൻ പാടില്ലാത്തതാണ്. എന്നാൽ പൊതുവെ അറിയപ്പെട്ട ഒരു കാര്യമുണ്ട്, ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും, ജിന്നുബാധ ഉണ്ടാകും. അള്ളാഹു ഉദ്ദേശിച്ചാൽ എല്ലാ മനുഷ്യരുടെ ശരീരത്തിലും എപ്പോഴും കയറി അവരെ ഉപദ്രവിക്കുവാൻ ജിന്നിന് സാധിക്കുമെന്നുള്ള അർത്ഥത്തിലല്ല. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ ജിന്നുകൾക്ക് അപ്രകാരം ഒരു കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ജിന്നുബാധ പരിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. ഒരു വേള ചില ആളുകളുടെ കൂടെ നിന്ന കരീനായ ഈ പറയപ്പെട്ട ജിന്ന് ഏതെങ്കിലും മനുഷ്യ ശരീരത്തെ ബാധിച്ചാൽ, സാധാരണ മറ്റു ശൈത്താൻ ബാധിക്കുന്നത് പോലെ ബാധിക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ ആ മരണപ്പെട്ട വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ജിന്ന് എന്നുള്ള നിലക്ക് അയാളുടെ ശബ്ദത്തിൽ സംസാരിക്കുവാനോ അയാളുടേതായ ചില ചേഷ്ടകൾ കാണിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ അങ്ങനെ നടന്നേക്കാം. പക്ഷേ അത്തരം കാര്യങ്ങളെ പൊക്കിപ്പിടിച്ചിട്ട് ഇത് ആത്മാവാണ്, മരിച്ചുപോയ ആളുടെ ആത്മാവിനെ ആവാഹിച്ചതാണ്, അല്ലെങ്കിൽ അയാളുടെ കരീനിനെ സാഹിറത കീഴ്പ്പെടുത്തിയിരിക്കുന്നു തുടങ്ങിയ രൂപത്തിൽ അതിനെ ചൂഷണത്തിന് വിധേയമാക്കുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കണം. ജിന്നുബാധയുണ്ടായാൽ പരിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസുകൾ കൊണ്ടും മന്ത്രിക്കുക. ഏതൊരു പിശാചും ഒഴിഞ്ഞു പോകുന്നത് പോലെ ഈ പറയപ്പെട്ട കരീനാകുന്ന ജിന്നാണ് ഇനി കയറിയത് എന്ന് സങ്കല്പിച്ചാൽ പോലും അതും ഒഴിഞ്ഞു പോകും. അതിനപ്പുറത്ത് മറ്റു വ്യാഖ്യാനങ്ങൾ അതിന് നൽകുക, അത് ആത്മാവാണ്, മരിച്ചാളുടെ ആത്മാവിനെ ഹാജരാക്കിയതാണ്, അത് ഭൂമിയിൽ അലഞ്ഞു നടക്കുന്നുണ്ട്, കരീൻ എന്ന് പറഞ്ഞാൽ അതാണ്, തുടങ്ങിയ വാദങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിശാചുബാധയുടെ കൂടെ ഒരുപക്ഷേ ഈ കരീനാകുന്ന ജിന്നും ബാധിക്കുകയും മരിച്ച ആളുടെ ഏതെങ്കിലും നിലക്കുള്ള കാര്യങ്ങളൊക്കെ ആ വ്യക്തിയുടെ നാവിലൂടെ പുറത്തു വരുന്നത് ഒരിക്കലും അയാളുടെ ആത്മാവല്ല, അത് പിശാചിന്റെ തന്ത്രമാണ്. മനുഷ്യനെ വഞ്ചിക്കുവാനും അവനെ ഖുറാഫാത്തിൽ തളച്ചിടുവാനും അവനെ ഷിർക്കിലും ബിദ്അത്തിലും തളച്ചിടുവാനും ഒട്ടനവധി അന്ധവിശ്വാസങ്ങളിലേക്ക് അവനെ കൊണ്ടുപോകാനും വേണ്ടിയുള്ള പിശാചുക്കളുടെ തന്ത്രത്തിൽപ്പെട്ടത് മാത്രമാണത്. അല്ലാതെ ഒരു ആത്മാവുമല്ല. അത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹുവിൽ അഭയം തേടുക, പരിശുദ്ധ ഖുർആനിലും ഹദീസിലും വന്ന ദുആകൾ കൊണ്ടും അസ്കാറുകൾ കൊണ്ടും മന്ത്രിക്കുക, റുഖിയ അശ്ശറഇയ്യ എന്ന് പറയുന്ന മന്ത്രം നിർവഹിക്കുക എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതിനപ്പുറത്തേക്കുള്ള വാദങ്ങളും വ്യാഖ്യാനങ്ങളും പാടില്ല എന്ന് മാത്രമാണ് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.